ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ റൗണ്ടിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു മത്സരം ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, യൂറോപ്യൻ കരുത്തരായ സ്പെയിനും പോർച്ചുഗലും തമ്മിൽ മുഖാമുഖം വരുന്നു എന്നുള്ളതാണ്. വരുന്ന തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള മത്സരം നടക്കുക. ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിനു മുന്നേ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ രണ്ട് ടീമുകളും അഥവാ സ്പെയിനും പോർച്ചുഗലും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 41 മത്സരങ്ങളാണ് രണ്ട് ടീമുകളും പരസ്പരം കളിച്ചിട്ടുള്ളത്. അതിൽ 17 മത്സരങ്ങളിൽ വിജയിക്കാൻ സ്പെയിനിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചത് സ്പെയിനാണ്. 18 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേവലം 6 വിജയങ്ങൾ മാത്രമാണ് സ്പെയിനിനെതിരെ നേടാൻ ഇപ്പോൾ പോർച്ചുഗൽ പടക്ക് കഴിഞ്ഞിട്ടുള്ളത്. 79 ഗോളുകളാണ് ആകെ സ്പെയിൻ നേടിയിട്ടുള്ളത്. 47 ഗോളുകൾ ആകെ പോർച്ചുഗൽ നേടിയിട്ടുണ്ട്. കണക്കുകളിൽ നിന്നും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് പോർച്ചുഗലിന് മേൽ ഒരു ആധിപത്യം പുലർത്താൻ എപ്പോഴും സ്പെയിനിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 17 വിജയങ്ങൾ അവർ നേടിയിട്ടുണ്ട്. പക്ഷെ 18 മത്സരങ്ങളിൽ സമനില ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അവിടെ സ്പെയിനിന് ഒരു ആധിപത്യമുണ്ട്. പക്ഷെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വസിക്കാനുള്ള വക അത് കഴിഞ്ഞ യുവേഫ നാഷൻസ് ലീഗിന്റെ കലാശപ്പോരാട്ടമാണ്. അന്ന് രണ്ട് ടീമുകളും 2-2 സമനിലയിൽ കുരുങ്ങി. പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നാഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് സാധിച്ചിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. സ്പെയിനിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ളത് കുറച്ച് മുൻപ് അഥവാ കഴിഞ്ഞ വർഷം അവർ പ്രൂവ് ചെയ്തതാണ്. ഏതായാലും ഒരു കടുത്ത പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. നിലവിലെ ഫോമിൽ സ്പെയിനിനാണ് എല്ലാവരും വിജയ സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷേ പോർച്ചുഗൽ താരസമ്പന്നമാണ്. സ്പെയിനിനെ പരാജയപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും ഇപ്പോൾ അവരുടെ കൈവശമുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.